ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. തറക്കട നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഒരു BR റാങ്ക്ഡ് മാച്ചായിട്ട്. ഓക്കെ, BR റാങ്ക്ഡ് സോളോ മാച്ചാണ്. വന്നപ്പോൾ തന്നെ ഈ മാഗും AKയും കിട്ടിയിട്ടുണ്ട്. പിന്നെ പൊട്ടാസ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ലൂട്ടടി പരിപാടികളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ പോവാണ്. ഓക്കെ, കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളിപ്പോൾ വീഡിയോ ഇടുന്നത്. അവിടെ തോംസൺ കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്, M40 കിടപ്പുണ്ട്. M40 ഒക്കെ ഇപ്പോൾ മാർക്സ്മാനായിട്ട് വലിയ പവറൊന്നുമില്ല, മുമ്പത്തെ പവറൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ AK തന്നെയാണ് എടുക്കുന്നത്. ലെവൽ 1 ആണെങ്കിൽ ലെവൽ 3 ഒക്കെ വരണമെങ്കിൽ വ്യത്യാസമുള്ളൂ. ബിസൺ കിടപ്പുണ്ട്. ഇത് മാഗിൻ്റെ ആറാട്ടാട്ടോ. പിന്നെ കൂടെ കിടന്നൊരു വുഡ്പെക്കർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ പെട്ടി വീഴും ഗൈസ്. മറ്റേ പെട്ടിയാ, മറ്റേ ഡിഫെൻസീവ്. വീണ്ടും വുഡ്പെക്കർ. ഇവിടെ ഒരു തോക്ക് കുറേ പ്രാവശ്യം ഉണ്ടത്. ഇതെന്തോരം മാഗാലും വുഡ്പെക്കറാണ് വുഡ്പെക്കർ. എനിമീസ് ഇവിടെ അടിയുണ്ട്. ഞാൻ താത്തി പിടിച്ചേക്കുമായിരുന്നു. ഇത് ഡ്രാഗ് ചെയ്തിട്ടൊന്നും കയറണ പോലും ഇല്ല. അങ്ങനെ കാലായിട്ട് അടിച്ചോണ്ടിരുന്നു. ഇതിനകത്ത് ഒരു MP5 നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മളെ മറ്റേ ആമ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പം അത്യാവശ്യം ഇത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മറ്റേ ഡിഫെൻസീവ് ഡ്രോപ്പ് കണ്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റത്തെ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. കുറച്ച് ഇത് വെയിറ്റ് ചെയ്ത് നോക്കാം. ചിലപ്പോൾ വലിയ ഒരു അടിയുടെ ഒച്ച കേട്ടിട്ടുള്ള എനിമീസ് മൊത്തം വന്നിട്ടുണ്ട്. ഇവന്മാരൊക്കെ ബോട്ടാണ് ഗൈസ്. എവിടെ അങ്ങോട്ടോടി കിട്ടിയില്ല. ഇതെങ്ങനെ ചേർക്കാം. അതേ അടുത്തവൻ ഓടി കഴിഞ്ഞിട്ടുണ്ട്. ഇവന്മാരെ കൊണ്ട് വലിയ കഷ്ടമാണല്ലോ. ഇത് മൊത്തം ബോട്ടാണ് ഗൈസ്. എൻ്റെ ഡിവൈസിന് എന്തെങ്കിലും പറ്റിയത്? ഫുള്ള് ബോട്ടാണല്ലോ. ഒരുത്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ മറ്റേ കുട്ടിച്ചാത്തൻ്റെ സാധനമൊക്കെ വന്നിട്ടുണ്ട്. ഇവനൊക്കെ ഇത് എവിടുന്ന് വഴിയിട്ടുണ്ടേ? താണ്ട 3 എണ്ണം ഒരുമിച്ച്. അതാണ് പകുതിയും ബോട്ടാ. 2 അടി കിട്ടുമ്പോൾ എല്ലാം എണ്ണം ഓടുന്നുണ്ട്. അച്ഛൻ അടക്കാൻ തുള്ളി കളിക്കുന്നുണ്ട്. നൈസിൽ മെട്ടടിച്ചിട്ട് ചാടി അടിച്ചില്ല. അമ്മാരെ അവിടുന്ന് കുഞ്ഞിട്ടെണീറ്റമാര് എവിടെ? ഇതൊക്കെ എവിടുന്നടേ ഇതൊക്കെ? ഇതേ ഭിത്തിയിലോട്ടൊക്കെ ഓടിക്കയറുന്നു. ഫുള്ള് ബോട്ടാണ് ഗൈസ്. അപ്പുറത്തുനിന്ന് എടുക്കാൻ കാര്യമായിട്ട് അടിക്കുന്നുണ്ട്. ആരും കുഞ്ഞിരുന്ന് മെട്ടടിക്കുകയാണ് നമ്മള്. ലൂട്ട് ഒഴിച്ചു വെച്ച് അമ്മാലും ഓടി കിട്ടുമോ? കറക്റ്റായിട്ടൊന്നും ആളൊന്നും വേണ്ടിയില്ല. എന്നാലും നമുക്ക് കവർ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതായാലും ആളൊന്ന് അടിക്കട്ടെ. നമുക്ക് കുറച്ച് ഇപ്പം തന്നെ അവനെ പിടിക്കാം. ഐസി ഇറങ്ങിയിട്ട് പോയി പിടിക്കാം. ഇത് അന്നേരം മോളിക്കാം. ഇത് എവിടെ നിന്നൊക്കെയാടേ? ഇതിങ്ങോട്ട് വരണ്ടായിരുന്നു. ഇപ്പം അവിടെ എവിടെയാ പേടിപ്പിക്കാനായിട്ട്. ഓക്കെ, തഴക്കിട്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. ഇത് എന്ത്? അതിൻ്റെ പൊക്കത്തോളം തത്തി കളിക്കുന്നുണ്ടായിരുന്നു. ഉള്ളതെല്ലാം നൂബുകളാണ് തന്നെ. ഇതാണ് ലൂട്ട് സോണുള്ള എനിമീസ് മൊത്തം വന്നിട്ടുണ്ട് പ്ലാസ ഏരിയയിലേക്ക്. എവിടുന്നോ അല്ലായിരുന്നു നമുക്ക് അടി കൊണ്ടപ്പോൾ തിരിഞ്ഞു മറിഞ്ഞ് ഇപ്പോൾ എവിടെ നിന്നേന്ന് പോലും ഓർമ്മയില്ല. മാഗും ഒക്കെ ആയിട്ടൊക്കെ വെട്ടിയടപ്പുണ്ട്. ഈ അപ്ഡേറ്റിന് ശേഷം ഞാൻ ഇപ്പോഴാണ് കളിക്കണം. അങ്ങനെ കളിച്ചൊന്നുമില്ല. അപ്പുറത്തോട്ട് പോയാലും ഇതായിരുന്നു സംഭവിക്കുകയില്ലായിരിക്കും. ഇത് ആ പെട്ടി തന്നെ. നമ്മൾ ഓടി നോക്കുക. ഏതായാലും ഇപ്പം എനിമീസിനൊന്നും കാണുന്നില്ല. അതേ മറ്റേ കുട്ടിച്ചാത്ത സാധനം കിട്ടിയിട്ടുണ്ട്. ഇത് ലൂട്ടാണ്. അപ്പോൾ ഏതാണ്ട് റോളൊക്കെ സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞാ
ഇപ്പോഴത്തെ ഈ കൊളാബറേഷനൊക്കെ ഭയങ്കര മോശമാണ്. ഇത് കൊളാബറേഷൻ അല്ലല്ലോ, ഇത് അപ്ഡേറ്റ്. നറൂട്ടോയിട്ടൊന്നും അപ്ഡേറ്റ് വലിയ രസമൊന്നുമില്ലായിരുന്നു. ഇതിൽ നിന്ന് ഏതെങ്കിലും സെലക്ട് ചെയ്യണം മതി. മാർക്ക് ഇതിൽ നിന്ന് നമ്മളിപ്പോൾ ഏതെടുക്കും? ആണ്ടം മാർക്ക് ചെയ്ത് തരും. അപ്പം മാർക്ക് ചെയ്യാൻ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ എന്തോ HP ലോയാക്കണ എനിമീസിനെയൊക്കെ കാണിച്ചു തരും. അങ്ങനെ എന്താണ്ടൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ തന്നെ പറയുന്നൊരു അടി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണോ മാർക്ക് ചെയ്യുന്നത്? ഞാനടുത്ത് മാപ്പിൽ മാർക്ക് ചെയ്യുന്നു. മാപ്പിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. തലയുടെ ഒക്കത്തൊരു കുറിയൊക്കെ ഉണ്ട്. വേറെ ഓടി വന്നപ്പോൾ നമ്മൾ ആ കിലോടെ എടുത്ത് ഞാനിപ്പോഴാണ് അറിയുന്നത്. എനിക്ക് 6 കില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ നോക്കുന്നത്. നേരെ ഗ്ലൂ വാൾ പോലും ഇടാതെ നേരെ റഷ് ചെയ്ത് ഞാൻ നേരെ കുത്തി പിടിച്ച് അവനെ അങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 6 കില്ല് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഒരു MP40 കിടപ്പുണ്ട്. നമ്മൾ MP40 അങ്ങ് എടുത്തിട്ടുണ്ട്. സൈലൻസറൊക്കെ ചുമ്മാ കിടക്കുന്നു. നമുക്ക് ഇനിയും എനിമീസൊക്കെ ഉണ്ടെങ്കിൽ അവന്മാരെയൊക്കെ അടിച്ചിടാം. എനിമീസിനെ കണ്ടില്ലേ പെട്ടെന്ന് ബോറടിക്കും, അതാണൊരു പ്രശ്നം. ലോഞ്ച് പാഡ് വെച്ച് സോണിലോട്ട് കയറാമെന്ന് വിചാരിച്ചപ്പോൾ ഇവിടുന്ന് അടി കിട്ടിക്കൊണ്ടിരിക്കുക. എങ്ങനെയൊക്കെ അടി കിട്ടുന്നതെന്ന് എനിക്കറിയാം. അത് മറ്റേ വല്ലവന്മാരുമാണെങ്കിൽ മിക്കവാറും കയറി വരും. അതേ 2-3 ഒരുമിച്ച് വന്നു. ഓരോന്നിട്ട് 2-നും കുറച്ച് ഡാമേജ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവന്മാർ തമ്മിൽ തല്ലി ഒരു മൂടിയാ അതിൻ്റെ മണ്ടയ്ക്ക് വല്ലതും പോയി ഇരിക്കാനായിരിക്കും. ഇവൻ ഇതുവരെ പോയിട്ടില്ല. ഐസി പൊട്ടിച്ചങ്ങ് കൊടുക്കാം. പക്ഷേ ഈ ഗ്ലൂ വാളിൻ്റെ ഫ്രണ്ടിൽ തന്നെ വെച്ച് നിൽപ്പുണ്ട്. ഇതിന് തുള്ളി കളിക്കണം. ഇവൻ എന്ത് കാണിക്കണേ? മെൽറ്റർ ഇട്ടാൽ നമുക്ക് മെൽറ്ററല്ല, ട്രാപ്പൊന്നുമില്ല. മെൽറ്റർ ഇടാം. മെൽറ്റർ വേണ്ട, ഇപ്പം ഇട്ട സീനാണ്. 2-3 പേരുണ്ട്. ഇവനെന്നെ ലൂട്ടടിക്കണം. ഇവിടെ മൊത്തം എനിമീസാണ്. ഏതായാലും നമ്മൾ മെൽറ്റർ ഇട്ടിട്ടുണ്ട്. ഒരുത്തന്നെ പുറത്ത്. അയ്യോ ഇവിടെ രണ്ടെണ്ണം അങ്ങനെ പൊട്ടിക്ക്. അവന്മാരാണെങ്കിൽ നല്ല ഡാമേജ് തന്നു. ഇതേ പോന്നു. ഇതെന്താ പിന്നെ ഇതൊക്കെ എന്തുവാണ്? അതാ അവനങ്ങ് ഓടി ഉഗാണ്ടയിൽ. നമ്മൾ അവനെയും കൂടെ അങ്ങ് എടുത്ത് 8 കിലോ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഉള്ള വോട്ടുകളൊക്കെ അതിനോണ്ട് നമ്മൾ ജീവിച്ചു പോണു ഗൈസ്. ഇപ്പം 8 കിലൊക്കെ എടുത്തല്ലേ അത്യാവശ്യം പ്ലസ് കിട്ടും. നമ്മളേതായാലും മറ്റേ ഈ BRൻ്റെ പുതിയ സീസൺ വന്നിട്ട് നല്ലപോലെ ഇറങ്ങി നടക്കുവാണല്ലോ. റാങ്കൊക്കെ പ്ലാറ്റിനം 5th എന്താണ് ഞാൻ. ഇനിയിപ്പോൾ അങ്ങ് ഓടി കയറാൻ മടിയാണ്. ലോഞ്ച് പാഡൊക്കെ വെച്ച് പോകണ്ടേ. ഓക്കെ, നമുക്കല്ലേ ഫാം ടോപ്പിയുടെ മുകളിൽ കയറിയിരിക്കാം. ഫാം ടോപ്പിയുടെ മുകളിൽ ഇരുന്ന് അത്യാവശ്യം കില്ലെടുക്കാം. ക്യാമ്പ് ചെയ്ത് കില്ലെടുക്കാം. ഓക്കെ, നമ്മൾ ഫാം ടോപ്പിയുടെ ആ ഒരു ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട്. അവിടെ എനിമീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോണും ഇവിടം വരെയൊക്കെ ഉണ്ട്. പക്ഷെ ആ നേരം കൊണ്ട് നമുക്ക് ഇറങ്ങാം. അല്ലെങ്കിൽ ഇത് നല്ലപോലെ തന്നെ ഫൈറ്റും കാര്യങ്ങളൊക്കെ കാണപ്പെടുന്നു. ബോട്ടുകളല്ലാത്തവരും ഉണ്ട്. മിക്കവരും എനിക്ക് ബോട്ടാണ് കിട്ടിയെങ്കിലും 3-4 പേരെ ഏതാണ്ട് എനിക്ക് സാധാ എനിമീസിനെ കിട്ടിയുള്ളൂ. ഇത് അപ്പുറത്ത് എത്തുകൂടെ? കറക്റ്റ് എത്തി. ഓക്കെ, ഇവിടെ നമ്മളൊരു 3 ലാൻഡ് മൈൻ വെച്ചിട്ടുണ്ട്. ആരെങ്കിലും പറന്ന് വരുവാണെങ്കിൽ ചാട്ടെ. ഓക്കെ, ഇതിനകത്തൊക്കെ അടി നടപ്പുണ്ടായിരുന്നല്ലോ. ഇപ്പം മുകളിലോട്ട് വന്നിട്ട് ഒറ്റടുത്തിനെ കാണുന്നില്ലല്ലോ. നമ്മൾക്ക് ആ ഡിഫൻസീവ് ട്രോഫിയിൽ നിന്ന് മറ്റേ സാധനം കിട്ടിയായിരുന്നു. ലോഞ്ച് പാഡ് കിട്ടിയായിരുന്നു. ഇൻഫിനിറ്റി. ഓക്കെ, 8-ലെ 7 അലൈവായിട്ടുണ്ട്. 21 അലൈവ് ഇത്ര പെട്ടെന്ന് പറഞ്ഞാടേ. ഓക്കെ, അതാണ് ബോട്ടല്ലാത്തവരും ഉണ്ടതാ. എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ ബോട്ട എന്താണെന്നറിയില്ല. ഓക്കെ, 6 അലൈവ്. 2 പേരോടെ കുറഞ്ഞിട്ടുണ്ട്. ഇവന്മാരൊക്കെ എവിടെയാടേ? ഇതിൻ്റെ അകത്താണല്ലോ സാധാ അടി നടക്കാറ്. എവിടെ? ചത്ത്
മരത്തിൻ്റെ അവിടെ പുള്ളി. പിടി 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 പിടി. ഓക്കെ, അവനെയും കൂടെ നമ്മൾ അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അങ്ങോട്ട് കവർ എടുക്കാൻ വല്ല ഔട്ടുമായിരിക്കും. ഇന്ന് മരത്തിൻ്റെ പുറകെ ഒളിക്കാനായിരിക്കും നോക്ക്. പക്ഷെ കൺട്രോൾ കിട്ടിയതാണ് ഇത്. ഓക്കെ, അവിടെ നിന്നാണ് 200 ചുമ്മാ നിന്നൊരുത്തിന് നമ്മൾ 200 ഡാമേജ് കൊടുത്ത് ഹെഡിന്. എന്നിട്ട് അവൻ നോക്കായില്ല. ഓടിയപ്പോൾ അടുത്ത് കൊടുത്ത്. വേറത്തെ ഇവിടെ കിടന്ന് തത്തി കളിക്കുന്നുണ്ട്. അവനും കൂടെ നമുക്ക് പൊട്ടിച്ചാൻ കൊടുക്കാം. പോട്ടാട്ടെ, ഇത് ഓടാതിരിക്കടേ. ഇത് വലിയ പാടാണല്ലോ. 2:45 എടുത്തിട്ടുള്ളൂ. അവൻ ഓടി, അവൻ മാഞ്ഞുപോയി. ഇത് ഫൗളാണ് ഗൈസ്. അവൻ മാഞ്ഞുപോയി. ഓക്കെ, നമുക്ക് 10 കിലായിട്ടുണ്ട്. സോണു ഇങ്ങെത്തി. ലോഞ്ച് പാട് കറങ്ങി തീർന്നില്ല. നമുക്ക് അങ്ങോട്ടൊന്ന് വെച്ച് പോകാമായിരുന്നു. അല്ലെ ചാടണം. അല്ലെങ്കിൽ ഇപ്പം അനങ്ങുന്നില്ല ഗൈസ്. സ്കോപ്പ് അടി അപ്പുറത്ത് വരുന്ന ഇപ്പോൾ ഉണ്ട്. അവനെയും കൂടെ തീർക്കാം. അവനെയും കൂടെ എടുത്താൽ ബൂയാണ്. 12 കില്ല് വിത്ത് ബൂയൊക്കെ. അടി ഓക്കെ കൊണ്ടുകൊണ്ട്. ഓക്കെ, അപ്പം ഇത്രേ ഉള്ളൂ. ബൂയടിച്ചു. ബൈ.